ക്രൂ ആണ്. ഞങ്ങൾ കാസ്റ്റിംഗിൽ വർക്ക് ചെയ്ത ആളാണ്. പടത്തിൽ ലിറിസിസ്റ്റാണ്. നിങ്ങൾ സിനിമ പോയി കാണും. ഞാനത് പറയേണ്ട ആളല്ല. കണ്ടവരോട് നിങ്ങൾ ചോദിക്കണം പ്ലീസ്. എൻ്റെ പ്രൊഡ്യൂസറാണ്, കുഴപ്പമില്ല, അവരോട് ചോദിക്കും. താങ്ക് യു. നല്ല സിനിമ, നല്ല സിനിമ, വളരെ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മുടെ ഒരു ലൈഫിലേക്ക് ബാക്കിലേക്ക് പോയൊരു ഫീലാണ്. അതേപോലെ ഇത് മസ്റ്റായിട്ടും കുട്ടികളെ എല്ലാവരും കാണിക്കേണ്ട ഒരു മൂവി. അതിൽ വലിയൊരു മെസ്സേജ് ഉണ്ട് ഈ മൂവിക്കകത്ത്. അത് കുട്ടികൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ മുതിർന്നവർക്ക് എന്താണെങ്കിലും ആ ഒരു മെസ്സേജ് മനസ്സിലാവും. എല്ലാവരെയും ഈക്വലായിട്ട് കാണാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മൂവിയിൽ, അതുകൊണ്ട് ഞാൻ കാണാൻ വന്നതാണ്. താങ്ക് യു. ഞാനീ പടത്തിൻ്റെ ഡയറക്ടറാണ്. അതെ, അത് കാണുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ എന്താണെന്ന് കൃത്യമായിട്ട് വേർഡ്സ് കളക്ട് ചെയ്ത് പറയാനുള്ളൊരു ബുദ്ധിമുട്ടിപ്പോൾ ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്, അത് ജെന്യുവിനായിട്ട് ആൾക്കാരിലേക്ക് എത്തണം. നാളെ മുതൽ ഈ സിനിമ ഡിസേർവ് ചെയ്യുന്ന എന്താണോ, എന്ത് റിസൾട്ടാണോ അതിന് കിട്ടിയിരിക്കണം. വിജയിക്കാൻ ഈ സിനിമ അർഹരാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിജയം ഞങ്ങൾക്ക് തരണം. നല്ല പടമായിരുന്നു. പിള്ളേർ കണ്ടിരിക്കേണ്ട, സാറുമാരും കാരണവന്മാരും ഒക്കെ കാണണം. നല്ല പടമായിരുന്നു. പിള്ളേർ വരുന്നുണ്ട്. സൂപ്പർ മൂവിയായിരുന്നു. അതായത് കുഞ്ഞുങ്ങളെ വെച്ച് ഇത്ര ബെസ്റ്റായിട്ടൊരു മൂവി ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ നമുക്ക് എല്ലാവരെയും കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുന്നൊരു അടിപൊളി പടം. എല്ലാം ഉണ്ട്. സെൻറ്റിമെൻറ്റ്സ്, കോമഡിയൊക്കെ പിള്ളേർ ഇത്ര സൂപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത് അല്ലേ. അൾട്ടിമേറ്റ് മൂവിയാണ്. പിള്ളേർ സൂപ്പർ, നല്ല നന്നായിട്ടുണ്ട്. കുട്ടികൾക്കും എല്ലാവരും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടം കണ്ടിരിക്കണത്. സൂപ്പർ ഹിറ്റായിരിക്കും. ലാസ്റ്റ് അത് ആദ്യ സസ്പെൻസ് ആണ്. അത് എല്ലാവരും നിങ്ങൾ സത്യത്തിൽ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു മൂവിയാണ്. കാരണം അത്ര വേറെ സപ്പോർട്ടൊന്നും ഇല്ലാതെ അത്ര ബെസ്റ്റായിട്ട് ചെയ്തേക്കുന്ന പടമാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഈ വരുന്നവരോട് ചോദിക്കുന്ന നിങ്ങൾക്ക് അത്ര റിയലായിട്ട് പറയാൻ പറ്റും. സൂപ്പർ പടം. എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. അടിപൊളി. കൂടുതലായി പറയാനില്ല, എല്ലാവരും പോയി കാണണം. എൻ്റെ മോളും ചെയ്തിട്ടുണ്ട് ഇതിൽ ചെറിയൊരു വേഷം. എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട്. ആക്ച്വലി നമ്മൾ എന്താ പറയുക, കുറേ പിള്ളേരുടെ അല്ലെങ്കിൽ കുറേ ചേട്ടന്മാരുടെ കുറേ നാളത്തെ എഫേർട്ടാണ് ഈ സിനിമ. ഞങ്ങൾ ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോഴാണ് സിനിമ കണ്ടത്. വെറുതെ ഇങ്ങനെ നല്ല സിനിമയെന്ന് പറയുന്നതല്ല, ശരിക്കും നല്ല സിനിമയാണ്. പിന്നെ ചെറിയ സിനിമയുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. നമുക്ക് പ്രൊമോഷൻ ആണെങ്കിലും ഒത്തിരി ഫണ്ടൊന്നും ഇറക്കി പ്രൊമോട്ട് ചെയ്യാനൊന്നും നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. അപ്പോൾ നിങ്ങളൊക്കെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. നല്ലൊരു സിനിമയാണ് ശരിക്കും. കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് എപ്പോഴും നമ്മൾ പറയും ഫാമിലിയായിട്ട് വന്ന് കാണണ്ട. ഇത് ശരിക്കും പറഞ്ഞാൽ സ്കൂളൊക്കെ ഒന്ന് മുൻകൂർ എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു എഫേർട്ട് ഇട്ടിട്ട് പിള്ളേരൊക്കെ കൊണ്ട് കാണിക്കണം. നല്ലൊരു മെസ്സേജ് എന്നല്ല, ഒരു മാറ്റം കൊണ്ടുവരാൻ ചിലപ്പോൾ പറ്റും. പല സ്കൂളുകളിലും അങ്ങനെ എഫേർട്ട് ഇട്ടിട്ടുള്ളൊരു സിനിമയാണ്. എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കുക. നമുക്കറിയില്ല, വലിയ വലിയ സിനിമകൾ ഒരുപാട് തിയേറ്ററിലുണ്ട്. ഇപ്പോൾ റിലീസിന് ഇനി പുഷ്പയൊക്കെ വരുന്നുണ്ട്, അറിയില്ല. പക്ഷേ എല്ലാവരും കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അതന്നെ. ശരിക്കും നിങ്ങൾക്ക് വന്നാൽ എന്താ പറയുക, ഞങ്ങളൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളും ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങളുടെ ബിയോണ്ട് എക്സ്പെക്റ്റേഷനിലാണ് സിനിമ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പോയി കാണണം. ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻസ് അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ നിങ്ങളൊക്കെ തന്നെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. കാണുക, ജെന്യുവിനായിട്ടുള്ള നിങ്ങളുടെ റിവ്യൂസ് ഇട്ടാൽ മതി. അതുതന്നെ മതി ഈ സിനിമയ്ക്ക്. പ്ലീസ് ഡു ദാറ്റ്. താങ്ക് യു. കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടി. ഞങ്ങൾക്ക് ആക്ടിംഗ് ഒക്കെ പഠിപ്പിച്ച് തന്നായിരുന്നു അവർ. കുറേ നല്ല രസമുള്ള ഒരു ജേർണി ആയിരുന്നു. നല്ല പടമായിരുന്നു കേട്ടോ. ചൈൽഡ്ഹുഡിലേക്ക് തിരിഞ്ഞു പോകാൻ തോന്നി. നല്ല പടം, നല്ല രസമുണ്ടായിരുന്നു. എനിക്കൊരു ചെറിയ സീൻ ഉണ്ടായിരുന്നു. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ത്രൂ ഔട്ടുള്ള ജേർണി വളരെ അമേസിംഗ് ആയിരുന്നു. ഞങ്ങൾക്കൊരു ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ക്യാമ്പിൽ ഞാൻ ആക്ടിങ്ങിനൊക്കെ പഠിച്ചു. എന്നാലും കുറേ നോളജൊക്കെ കിട്ടി. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ ഹാർഡ് വർക്കാണ്. ഞങ്ങൾ ഇത്രയും വർഷം കാത്തിരുന്നിട്ട് കാണുവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ മാക്സിമം എല്ലാവരും സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യുക. കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നു ഇവിടെ വരെ എത്താൻ. ഇപ്പം ഇവിടെ എത്തിയേക്കാണ്. എല്ലാവരും വോട്ട് ചെയ്ത് സഹായിക്കണം. സ്ഥാനാർത്ഥിയാകണം. സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കണം. ജയിപ്പിക്കണം.
അല്ല, ഞാൻ ഈ പടത്തിൽ കാസ്റ്റിംഗിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവരുടെ സാമേട്ടനാണ്. നമ്മുടെ കോർ ടീമില് സാമേട്ടനായിരുന്നു അതിന്റെ കോറായിട്ടുണ്ടായിരുന്ന ആള്. അപ്പം സാമേട്ടന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ അഭിഷേക് കാസ്റ്റിംഗ് ഡയറക്ടറാണ്. ഒരാളും കൂടെ ഉണ്ട്, സുജയ്, ഇത് പ്രണവ്. അപ്പോൾ പിന്നെ ഈ പടത്തിൽ ഞാൻ ലിറിക്സും കൂടെ എഴുതിയിട്ടുണ്ട്. ടൈറ്റിൽ സോങ് ക്ലൈമാക്സിലെ പാട്ട് ഞാനാണ് എഴുതിയത്. പിന്നെ ക്രിക്കറ്റിന്റെ പോർഷനിലുള്ള സോങ് ഞാനാണ് എഴുതിയത്. ഇവരെ 2 വർഷത്തെ കാത്തിരിപ്പാണ് ഞങ്ങളുടെ. അതാണ് ഈ പടം. അതാണ് ഞാൻ ഒന്നും പറയാത്തത്. നിങ്ങൾ പറ്റുമെങ്കിൽ കയറി കണ്ടിട്ട് പറയാം. എനിക്കിത് പറയാൻ അവകാശമില്ല. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം, ജെനുവനായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ മതി. നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും പടം കാണാം. നിങ്ങൾ പടം കണ്ട് നിങ്ങൾ വിജയിപ്പിച്ചാൽ ഞങ്ങൾക്ക് കൂടുതൽ തിയേറ്റേഴ്സ് കിട്ടത്തുള്ളൂ. നല്ലൊരു മെസ്സേജ് ഉള്ള സിനിമയാണ്. അതുകൊണ്ട് ഇതെല്ലാം നാളത്തെ താരങ്ങളാണ്. നിങ്ങളാണ് ഇവരെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കാണുക, തിയേറ്ററിൽ തന്നെ കാണുക മാക്സിമം. കണ്ടിട്ട് പറയാം നമ്മുടെ കാസ്റ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ പറയാം. അതെ, നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാക്കി തരാം അല്ലേടാ? അതെ, ശരി. പടം നന്നായിരുന്നു. മസ്റ്റ് വാച്ചബിളാണ്. കുട്ടികളെ എന്തായാലും കാണിക്കും. നല്ലൊരു സന്ദേശമുണ്ട്. ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഉള്ളൊരു സന്ദേശവും കൂടിയുണ്ട്. എല്ലാവരും കാണണം, കുടുംബമായിട്ട് വന്ന് കാണണം. തീർച്ചയായും. കാരണം നമ്മൾ മുതിർന്നവർക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികൾ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ കുട്ടികളിൽ നിന്നും കൂടി പഠിക്കണം എന്നൊരു പാഠമാണ് കഥ പറയുന്നത്. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.